കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ കൊലവിളി നടത്തിയ ടീന ജോസ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് കമൻറ്റ് ഞെട്ടലോടെയാണ് കാണുന്നത്. ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഒരു പൗരൻ്റെ ജീവന് ഭീഷണി ഉയർത്തുന്ന, പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനെതിരെ നടത്തുന്ന ഈ പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ജോറായിട്ടുണ്ട്. എന്തായാലും കന്യാസ്ത്രീയുടെ പ്രകടനം ഗംഭീരം. നമ്മുടെ മുഖ്യമന്ത്രിയെ ബോംബെറിഞ്ഞ് കൊല്ലണത്രേ. അത് നമ്മുടെ രാജീവ് ഗാന്ധിയൊക്കെ കൊന്ന പോലെ അതുപോലെ ഇങ്ങോട്ട് കൊന്നുകളയണം എന്നാണ് പറയണത്. എന്തായാലും ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രചരണത്തിന് ഇറങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അത് ചെയ്തു കളയണമെന്നാണ് ഈ കന്യാസ്ത്രീ ശിരോവസ്ത്രം അണിഞ്ഞ ഈ യേശുക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ മണവാട്ടിയുടെ ഒരു മോഹം. ഓ എൻ്റെ അമ്മോ, ദൈവത്തിൻ്റെ മണവാട്ടിയാണ്. സൽപ്രവൃത്തികളും സജ്ജന പ്രവർത്തനങ്ങളും സൽപ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഈ മഹതിയുടെ ഉള്ളിലിരിപ്പിതാണ്. അവരെന്താണ് അവരുടെ ഉദ്ദേശം എന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. എന്തായാലും അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ വലിയ വാർത്തകൾ വന്നിട്ടുണ്ട്. അവർ ഞങ്ങളുടെ ഭാഗമായിരുന്നുവെന്നും CMC സന്യാസിനി സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നെന്നും അവരെ 2009 തന്നെ ഞങ്ങൾ പറഞ്ഞു വിട്ടതാണെന്നും അവർക്ക് ആ ശിരോവസ്ത്രം ധരിക്കാനുള്ള അധികാരമില്ല എന്നും, പക്ഷെ ഞങ്ങളുടെ ഒരു കരുണ കൊണ്ട് അവർ ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൻ്റെ ചില ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുകയാണെന്നും പറഞ്ഞാൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും എന്നുള്ളത് ഈ സന്യാസിനി സമൂഹം ധരിക്കണ്ട. നിങ്ങളും കൂടെ ആ പാപഭാരം പേറേണ്ടി വരും. ഇത്തരം വിഷജന്തുക്കളെ വളർത്തിയുണ്ടാക്കുന്നതിൽ നിങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. അവർക്കൊരു സംരക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾ വളർത്തിയത് ഇത്തരം വിഷജന്തുക്കളാണെന്നും ഇത്തരം വിഷമനസ്സുള്ളവരായിരുന്നു എന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലേ? എന്തുകൊണ്ടാണ് അവരുടെ ശിരോവസ്ത്രം നിങ്ങൾ കളഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കണ്ടേ? ഇത്തരം സംശയങ്ങളൊക്കെ മലയാളിക്ക് തോന്നും. ആ ഒരു കന്യാസ്ത്രീ കാരണം ആ വിഭാഗത്തിൽപ്പെട്ട, ആ സമൂഹത്തിൽപ്പെട്ട സൽപ്രവൃത്തികൾ ചെയ്യുന്ന നിരവധി പേരുടെ മാനമാണ് പോയിരിക്കുന്നത്. പിണറായി വിജയനോടോ അല്ലെങ്കിൽ മറ്റു കക്ഷികളുടെ നേതാക്കളോടോ ഒക്കെ രാഷ്ട്രീയമായ എതിർപ്പുണ്ടാവും, ആശയപരമായ എതിർപ്പുണ്ടാവും. അതങ്ങനെ നേരിടണം, അത്തരത്തിൽ പറയണം. തീർച്ചയായും കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ സംസ്കാര സമ്പന്നമായി പറയണം, മാന്യമായി പറഞ്ഞിരിക്കണം. കഠിനമായ വാക്കുകളാണെങ്കിലും വ്യക്തിപരമായ ആക്ഷേപങ്ങളോടെ ആയിരിക്കരുത്. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ യുവജന വിഭാഗത്തിൽപ്പെട്ട ഒരു 22 or 23 വയസ്സുള്ള ഒരു പെൺകുട്ടി, മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിയുടെ പ്രായമുള്ളൊരു പെൺകുട്ടി, ആ മനുഷ്യനെ പുഴുത്ത് ചാകണമെന്ന് ശപിക്കുന്ന വാക്കുകൾ കേട്ട് ഈ സമൂഹം മുഴുവൻ അവരുടെ പാർട്ടിയിൽ നിന്ന് പോലും അവരെ തള്ളിപ്പറഞ്ഞു. അതൊക്കെ തന്നെ ആയിരിക്കണം ഇത്തരം വിഷജന്തുക്കൾക്ക് പ്രോത്സാഹനമായി വരാൻ കാരണം. ഇത് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ട്രെൻഡായി തീർന്നിരിക്കുന്നു. സമൂഹ മാധ്യമമുണ്ടോ, അതിന് താഴെ എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ താഴെ ഇത്തരം ആൾക്കാരെ തെറി പറയുന്നതിനകത്ത് ഒരു രാഷ്ട്രീയ കക്ഷിയും വ്യത്യാസമില്ല കേട്ടോ. പ്രത്യേകിച്ചും ഭരണത്തിലിരിക്കുന്നതുകൊണ്ട് പിണറായി വിജയൻ ഇതെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ള മട്ടിൽ അദ്ദേഹത്തെ ജാതി പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളുടെ പേരിൽ സ്വർണ്ണക്കള്ളൻ, മറ്റേ കള്ളൻ, ഈ കള്ളൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് അതിര് കടന്ന് എത്തി നിൽക്കുന്നതാണ് ഈ കന്യാസ്ത്രീ വേഷം പൂണ്ടിരുന്ന ഈ വ്യക്തിയുടെ ഈ കൊലപാതക ആഹ്വാനം എന്നാണ് തോന്നുന്നത്. നമ്മുടെ സമൂഹം ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പിണറായി വിജയനെ തെറി പറഞ്ഞ കന്യാസ്ത്രീക്ക് നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ ആരെങ്കിലും മത്സരിക്കാൻ സീറ്റ് കൊടുക്കുമെന്നും അറിയില്ല കേട്ടോ. ചിലപ്പോൾ അതിനും ചാൻസ് ഉണ്ട്. പറഞ്ഞതല്ലേ, കൊടുത്തു കളയാം. ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷൻ വാർഡിലോ ഒരു സീറ്റ് അങ്ങോട്ട് കൊടുത്താൽ ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ട് ചിലപ്പോൾ സീറ്റ് കൊടുക്കാനും സാധ്യതയുണ്ട്. ഈ കന്യാസ്ത്രീ നടത്തിയ ഈ ആക്ഷേപ വാക്കുകൾക്ക് താഴെയും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഈ പിണറായി വിജയനെതിരെയുള്ള കൊലവിളിയെ അനുകൂലിച്ചുകൊണ്ടും നിരവധി കമൻറ്റുകൾ ഒരു പക്ഷേ ഇതിനകം വന്നു കഴിഞ്ഞു കാണും. കാരണം അത്തരത്തിൽ നിരവധി വിഷജന്തുക്കളുള്ള നാടാണ് നമ്മുടേത്. അതിനൊരു പഞ്ഞവുമില്ല. അവരെ വളർത്തുന്ന വലിയൊരു വിഭാഗം എല്ലാ രാഷ്ട്രീയ കക്ഷികളും വലിയ തോതിൽ സോഷ്യൽ മീഡിയ വിങ്ങെന്നും പറഞ്ഞ് വളർത്തിയുണ്ടാക്കുന്നുണ്ട്. അത് കണ്ട് അവസാനം വായിച്ച് ഈ കന്യാസ്ത്രീയുടെ മനസ്സിലും ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടാൽ യാതൊന്നും സംഭവിക്കില്ല എന്ന് അവർ വിചാരിച്ചതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ ഈ കണ്ടിരിക്കുന്നത്. ഈ വാക്കുകൾ കേട്ട് ആവേശം മൂത്ത് മാനസിക വൈകൃതത്തിന് അടിമപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ കടുങ്കൈ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ഈ കന്യാസ്ത്രീ ഒരു നിമിഷം ആ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ആലോചിച്ചു എന്താണ് താൻ ചെയ്യാൻ പോകുന്നതെന്ന്. എന്ത് വ്യക്തിവൈരാഗ്യമാണ് പിണറായി വിജയനോട് ഈ കന്യാസ്ത്രീക്കുള്ളത്? ഈ പിണറായി വിജയൻ എന്നുള്ള വ്യക്തി ഈ കന്യാസ്ത്രീയോട് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ വിരോധമുണ്ടായിട്ടുണ്ടോ? വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയാനും അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന നാടുമാണ് നമ്മുടേതെന്ന് ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ?
പിണറായി വിജയനെല്ലാം നമ്മുടെ നാട്ടിലെ ഏത് രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കളുമാകട്ടെ, അവരെല്ലാം ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ രാഷ്ട്രീയ ആശയങ്ങളോട് ചിലപ്പോൾ എതിർപ്പുണ്ടെങ്കിലും ഇതിൽ ആശയപരമായി നേരിടുക എന്നുള്ളതാണ് വേണ്ടത്. ഇവർക്ക് മനോവൈകൃതമുണ്ട്, മാനസികമായ വൈകല്യം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ട് വിധമാണ് ഇതിന് പരിഹാരം. വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് അവർ ഇത് പറഞ്ഞതെങ്കിൽ അവരെ കൽത്തുറങ്കിൽ അടയ്ക്കണം. അതല്ലെങ്കിൽ അവരെ എത്രയും വേഗം ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സിക്കണം. ഇത് മാത്രമാണ് അതിന് പോംവഴി എന്നാണ് തോന്നുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? അവർ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം ഈ സമൂഹത്തിന് നടത്തിയ സേവനങ്ങൾ കയ്യും കണക്കുമില്ല. നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന്, വിദ്യാഭ്യാസ രംഗത്തിന്, നമ്മുടെ ആരോഗ്യ രംഗത്തിനൊക്കെ ഈ വിഭാഗം നൽകിയ സേവനങ്ങൾ, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ കേരള ജനതയ്ക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ ഇത്തരം പൂതന സ്വഭാവമുള്ള, ഇത്തരം മനോവൈകല്യമുള്ള ഇത്തരം വിഷജന്തുക്കൾ കാരണം ആ സമൂഹം മുഴുവൻ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ന് ശിരോവസ്ത്രം അണിഞ്ഞിരിക്കുന്ന ആ സ്ത്രീ ഇനിയെങ്കിലും മനസ്സിലാക്കി ആ ശിരോവസ്ത്രം മാറ്റിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി, അവരുടെ ആശയം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രവർത്തകയായി മാറുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.